Hi everyone, welcome back. ഇന്ന് നമ്മൾ isDisplayed എന്നുള്ള കമാൻഡിന്റെ ഫോൾസ് സ്റ്റേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ isDisplayed കമാൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, isDisplayedൽ ട്രൂ വാല്യൂ കിട്ടും അല്ലേ? അവിടെ ഉള്ള ഒരു എലമെന്റ് എടുത്തിട്ട് ഡിസ്പ്ലേഡ് ആണോ എന്ന് നോക്കുമ്പോൾ ട്രൂ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എപ്പോഴും കിട്ടും. പക്ഷെ ഫോൾസ് എന്നുള്ള ഒരു ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടാറില്ല എന്നുള്ളത് ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഫോൾസ് ആയിട്ട് കിട്ടിയില്ല. അതിന് പകരം NoSuchElementException ആണ് കിട്ടിയെന്നാണ് പറയാം. ഓക്കെ, കമാൻഡിന് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ അത് കമാൻഡിന്റെ കുഴപ്പമല്ല, നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ isDisplayed കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എലമെന്റ് ആ ഡോമിൽ പ്രസന്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കമാൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇന്നലെ നമ്മൾ എടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ ചെക്ക് ബോക്സിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൽ നമ്മൾ WebDriver യൂണിവേഴ്സിറ്റി എന്നുള്ള സൈറ്റിൽ പോയിട്ട് ഈ സെലക്റ്റഡ് ആണോ എന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്ക് ബോക്സ് എടുത്തത്. ഇത് നമുക്ക് ഡിസ്പ്ലേഡ് ആണോ എന്ന് നോക്കാൻ യൂസ് ചെയ്യാലോ. അപ്പൊ ഞാൻ ഇത് തന്നെ isDisplayed ആണോ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. isDisplayed ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇത് ഡിസ്പ്ലേഡ് ആയതുകൊണ്ട് ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി ഇത് ഫോൾസ് ആക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ എക്സ് പാത്ത് തെറ്റിച്ചു കൊടുക്കും. കാര്യം ഈ എലമെന്റ് ഡിസ്പ്ലേഡ് അല്ലല്ലോ, അപ്പൊ പിന്നെ ഈ എലമെന്റ് ഫോൾസ് കാണിക്കണമല്ലോ isDisplayed ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക? ഇല്ലാത്തൊരു എലമെന്റിനെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു എലമെന്റ് അവിടെ ഇല്ല. ഓക്കെ, എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. പേജ് ലോഡായി, എലമെന്റ്സ് ഒക്കെ വന്നു. പക്ഷേ നിങ്ങൾ കൊടുത്ത എക്സ് പാത്തിൽ ഒരു എലമെന്റ് അവിടെ ഇല്ല. കണ്ടോ? NoSuchElementException ഇതാണ് കിട്ടുക. അപ്പൊ പിന്നെ isDisplayedന്റെ കോൺസെപ്റ്റ് എന്താണ് അല്ലെ? അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പേജിൽ പോയി നാവിഗേറ്റ് ചെയ്തിട്ട് അതിന് മുന്നത്തെ പേജിലെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പേജിലെയോ ഏതെങ്കിലും എലമെന്റിനെ കൊടുത്തിട്ട് isDisplayed ആണോ എന്ന് ചെക്ക് ചെയ്യും. അവിടെയും NoSuchElementException ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയല്ല നിങ്ങൾ isDisplayed ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ മൈ കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ഫയൽസ് ഒക്കെ ഹിഡൻ ആയിട്ടുണ്ടാവും അല്ലെ? ആ ഹിഡൻ ഫയൽസ് ഒക്കെ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഹിഡൻ എന്നുള്ള ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു ചെക്ക് ബോക്സിനെ നമ്മൾ എനേബിൾ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഹിഡൻ ആയിട്ടിരിക്കുന്ന ഫയൽസ് ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ അവിടെ ഉണ്ടെങ്കിലല്ലേ ഹിഡൻ ആയിട്ടിരുന്നാലും നമ്മൾ ആ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു ഫയലിനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമോ? അത് ഹിഡൻ ആണെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്തൊരു സാധനത്തിന് എനിക്ക് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതേ കോൺസെപ്റ്റ് തന്നെയാണ് isDisplayedന്റെയും. ഇല്ലാത്തൊരു സംഭവത്തിനെ, ആ ഒരു പേജിലെ ഇല്ലാത്തൊരു സാധനത്തിന് എനിക്ക് ഡിസ്പ്ലേഡ് അല്ല എന്നുള്ള ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റത്തില്ല. അത് ഹിഡൻ ആയിരിക്കണം. അപ്പോഴാണ് isDisplayed നമുക്ക് ഫോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കാര്യം ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു പേജിൽ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും. അപ്പം നമ്മളൊരു വലിയൊരു പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ചെറിയൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. HTML പേജ് നിങ്ങൾക്ക് അറിയാലോ, ഹെഡ് ബോഡി ഇങ്ങനെ 2 സെക്ഷനാണ് അതിനുള്ളത്. അപ്പം ഹെഡിൽ ടൈറ്റിൽ വരണം. തൽക്കാലം ഞാൻ ഹെഡൊന്നും എഴുതുന്നില്ല, നേരെ ബോഡി ടാഗിനകത്തേക്ക് വരികയാണ്. ബോഡി ടാഗിനുള്ളിൽ നമുക്കൊരു ബട്ടൺ, എന്തെങ്കിലും ഒരു 2-3 എലമെന്റ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. ഇതിന് ഞാൻ ഒരു ID കൊടുത്തു. അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ID ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഇതിനൊരു വാല്യൂ നമുക്ക് കൊടുക്കാം. വാല്യൂസ് ഈക്വൽ ടു ഈ ബട്ടന്റെ വാല്യൂ സബ്മിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻപുട്ട് നമുക്ക് ക്ലോസും ചെയ്യണം. ഇൻപുട്ട് ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ബട്ടൺ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പേജാണ്. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ പേജ് ഒന്ന് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സാമ്പിൾ പേജ് എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഒരു H1 ടാഗിൽ കുറച്ച് ഭംഗിയായിട്ട് ആ ടെക്സ്റ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം കൊടുത്തിട്ട് ഞാൻ ഇതിനെ സേവ് ചെയ്യാണ്.
സേവ് ചെയ്യുമ്പോൾ എങ്ങനെ സേവ് ചെയ്യണം? സേവ് ആസ് ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ സാമ്പിൾ കൊടുക്കാം. sample.html എന്നാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് അത് മാറ്റിയിട്ട് ഓൾ ഫയൽസ് കൊടുത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ സേവ് ചെയ്യാൻ. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്കൊന്ന് ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. ഇവിടെ എനിക്ക് സാമ്പിൾ എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. HTML .html സേവ് ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ എന്താ ഈ പേരിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേജ് ഇവിടെ ലോഡായി. സബ്മിറ്റ് എന്നുള്ള ബട്ടനും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ സബ്മിറ്റ് എന്നുള്ള ബട്ടൻ്റെ ഈസ് ഡിസ്പ്ലേഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും. കാര്യം ഈ എലമെന്റ് അവിടെ ഉണ്ട് അല്ലേ. ഇനി ഇത് എപ്പോഴാണ് ഫോൾസ് ആവുന്നത്? ഇത് ഫോൾസ് ആവുന്നത് ഇത് ഹിഡൻ ആയിട്ടിരിക്കുന്ന സമയത്താണ്. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ ഹിഡൻ ആക്കാം? ഹിഡൻ ആക്കുന്നത് നമുക്കിവിടെ ഇതിനൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സ്റ്റൈൽ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഡിസ്പ്ലേ നൺ ആക്കി കൊടുക്കാം. നിങ്ങൾ HTML ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ നൺ എന്ന് വെച്ചാൽ ഹിഡൻ എന്നാണ് അർത്ഥം. ഹിഡൻ ആയിട്ടുള്ള ഒരു എലമെന്റിൽ മാത്രമേ നമുക്ക് ഈസ് ഡിസ്പ്ലേഡ് വർക്ക് ആവുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു പേജ് ഇങ്ങനെ എടുത്തത്. അപ്പം ഞാനിതൊന്ന് റീഫ്രഷ് ചെയ്തു, സേവ് ചെയ്തിട്ട് ഞാൻ റീഫ്രഷ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കാണാൻ പറ്റില്ല. പക്ഷെ സബ്മിറ്റ് ബട്ടൺ അവിടെ ഉണ്ട്. ഞാൻ ഡിസ്പ്ലേ നണ്ണാക്കി വെച്ചതുകൊണ്ടാണ് അത് കാണാത്തത്. ഓക്കെ, ഇനി ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ആ HTML കോഡ് അവിടെ ഉണ്ട്. പക്ഷെ UI-ൽ നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്യാതെ ഹിഡൻ ആക്കി വെച്ചു. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈസ് ഡിസ്പ്ലേഡ് ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പേജ് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ കേട്ടോ. ഇതുപോലെ അതിൻ്റെ പാത്ത് കോപ്പി എടുത്തിട്ട് നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ driver.getന് പകരം driver.getൻ്റെ ഉള്ളിൽ ഒക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ HTML പേജ് .html വരെ ഫുൾ പാത്ത് കൊടുത്ത്, ഈ ഫയലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട, C കോളം തൊട്ട് ഫുൾ പാത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ പേജ് ലോഡ് ആയിക്കോളും. അപ്പോൾ ഈ പേജ് ലോഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് പിന്നെ ചെയ്യാനുള്ളത് ഈ ബട്ടൻ്റെ ഈ ബട്ടൺ ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് ഡിസ്പ്ലേഡ് ആണോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ബട്ടനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ID ഇട്ടത്. ID is equal to 1 ആണ്. സോ ഫൈൻഡ് എലമെന്റ് by.id. ഓക്കെ, ID കൊടുക്കുക. ഇതൊക്കെ മാറ്റിയിട്ട് 1 കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐഡിയോ നെയിമോ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇത് കൊടുത്തു. എന്നിട്ട് ബട്ടൺ ഡിസ്പ്ലേഡ് ആണോ എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പേജ് ലോഡായി. ഇവിടെ നമ്മുടെ ബട്ടൺ ഡിസ്പ്ലേ ചെയ്യുന്നില്ല, പക്ഷെ ബട്ടൺ അവിടെ ഉണ്ട് അല്ലേ. ബട്ടൺ നമുക്ക് HTML പേജ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാം. ആ കോഡ് എടുത്താൽ അതിൽ ബട്ടൻ്റെ HTML കോഡ് ഉണ്ട്. പക്ഷെ ഡിസ്പ്ലേ നണ്ണാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ കാണിക്കാത്തതാണ്, അത് ഹിഡൻ ആണ്. കണ്ടോ, ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈസ് ഡിസ്പ്ലേഡ് ഫോൾസ് കിട്ടി. ഇങ്ങനെയാണ് നിങ്ങൾ ഈസ് ഡിസ്പ്ലേഡ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. ഇത് ആപ്ലിക്കബിൾ ആകുന്ന ഏരിയ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2-3 യൂസേഴ്സ് ലോഗിൻ ചെയ്യുന്ന സെയിം പേജിലേക്കാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു സൂപ്പർ അഡ്മിൻ ആക്സസ് ഉണ്ടാവും, ചിലപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, ഒരു നോർമൽ യൂസർ ഉണ്ടാവും. ഇവരെല്ലാം ആക്സസ് ചെയ്യുന്നത് സെയിം ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ സെയിം പേജിലേക്കാണ് ഇവർ ലോഗിൻ ചെയ്തെത്തുന്നത്. സൂപ്പർ അഡ്മിൻ കാണുന്ന കാര്യങ്ങളൊന്നും അഡ്മിനിസ്ട്രേറ്റർ കാണേണ്ട കാര്യമില്ല. ഇനി അഡ്മിനിസ്ട്രേറ്റർ കാണുന്ന കാര്യങ്ങളൊന്നും നോർമലി ഒരു യൂസർ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ചില ഫീൽഡുകളൊക്കെ ഹിഡൻ ആയിരിക്കും. യൂസർ ലോഗിൻ ഞാൻ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫീൽഡും സൂപ്പർ അഡ്മിന്റെ ഫീൽഡുകളൊക്കെ എൻ്റെ പേജിൽ ഹിഡൻ ആയിരിക്കും. ഓക്കെ, അതല്ലാതെ അങ്ങനെ ഒരു എലമെന്റ് അവിടെ പ്രസന്റ് അല്ലാതിരിക്കില്ല. ആ ഫീൽഡുകളൊക്കെ സെയിം പേജ് സെയിം ആപ്ലിക്കേഷനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ആപ്ലിക്കേഷനിൽ പല ആപ്ലിക്കേഷനിൽ മാറി നോക്കുന്ന കാര്യമല്ല. ഇവരെല്ലാവരും ലോഗിൻ ചെയ്യുന്നു, പക്ഷെ ഇവർ കാണുന്ന സർട്ടൻ ലെവൽ ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും യൂസറിന്റെ പ്രിവിലേജ് അനുസരിച്ച് അല്ലേ. ഇപ്പൊ നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഡീറ്റെയിൽ അല്ലല്ലോ മാനേജർ ലോഗിൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം അല്ലേ. ബാങ്ക് മാനേജർ ലോഗിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കാണാം, പക്ഷെ ഒരു കസ്റ്റമറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഹിഡൻ ആയിരിക്കണം. അപ്പൊ സെയിം പേജ് തന്നെയാണ്, പക്ഷെ
ചില കാര്യങ്ങൾ ഹിഡൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അതൊക്കെ ഹിഡൻ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഡിസ്പ്ലേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇല്ലാത്തൊരു എലമെന്റ് കൊടുത്തിട്ട് ഫോൾസ് കണ്ടീഷൻ വർക്ക് ആവുന്നില്ല, ഈ സ്റ്റേറ്റ്മെന്റ് ഈ കമാൻഡിന്റെ കുഴപ്പമാണ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഹിഡൻ ആയിട്ടുള്ള ഒരു എലമെന്റിൽ ട്രൈ ചെയ്യുമ്പോഴാണ്. എപ്പോഴാണ് എലമെന്റ്സ് ഹിഡൻ ആവുന്നത്? ആപ്ലിക്കേഷനിൽ പ്രിവിലേജസ് വരുമ്പോൾ, ഡിഫറെന്റ് യൂസർ പ്രിവിലേജസ് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഹിഡൻ ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒന്നെങ്കിൽ HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ HTML കോഡും ആഡ് ചെയ്തേക്കാം. ഇനിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇൻപുട്ട് ടൈപ്പ് ബട്ടണോ ടെക്സ്റ്റ് ബോക്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് ഈ സ്റ്റൈൽ ഡിസ്പ്ലേ നൺ കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. HTMLന്റെ ബേസിക്സ് ഉള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഹിഡൻ ആകുന്ന ഏതെങ്കിലും പേജസ് അറിയാമെങ്കിൽ അതിലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.